അങ്ങനെ ഇരിക്കുന്ന കാട്ടിൽ വെച്ച് ഇദ്ദേഹം ആ ഒരു മൃഗം വന്ന് കരുതി എന്ന് പറഞ്ഞാൽ മൃഗം എന്ന് പറഞ്ഞാൽ ഭീകര മൃഗം എന്ന് കരുതി അമ്പ ചെയ്യുന്നത് ഇണ ചേർന്ന് നിന്ന ഒരു മാനിനെയായിരുന്നു. ആ അപ്പോ ആ മാനിന്റെയും ശപിക്കും, നീയും ഇണ ചേരുന്ന സമയത്ത് മരണപ്പെടുന്നു. അങ്ങനെ ഈ ശാപം കേട്ടതോടുകൂടി ഇദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തിനോട് വിരക്തി വരികയും അദ്ദേഹം നേരെ കാട്ടിലേക്ക് പോകുന്നു. ഭാര്യമാരും കാട്ടിലേക്ക് പോകും. അങ്ങനെ ഈ രാജ്യത്തിനെ ധൃതരാഷ്ട്രനും ആരും ഭീഷ്മനും കൂടി നോക്കിക്കോളാൻ പറഞ്ഞിട്ട് അവര് കാട്ടിൽ പോകും. കാട്ടിൽ ചെന്ന് അവരെന്ത് ചെയ്യും? അങ്ങനെ കഴിയുന്ന സമയത്ത് തനിക്ക് പുത്രന്മാരില്ലല്ലോ എന്നുള്ള വിഷമം ആർക്ക് പാണ്ഡു വരും. അപ്പോൾ പക്ഷെ ബന്ധപ്പെടാൻ പറ്റില്ല. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മരി അല്ലേ? അപ്പോൾ കാര്യം എനിക്ക് എന്താ ഞാൻ എൻ്റെ പിണ്ടം വയ്ക്കാൻ എൻ്റെ ഒന്നിനും എനിക്കൊരു മക്കളില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് കാര്യങ്ങൾ എനിക്കിങ്ങനെ കൊച്ചിയിൽ ഒരു പറയാൻ കിട്ടിയിട്ടുണ്ട്. ദുറാസാവും നീ നിന്നും ഏത് ദേവന്മാരെ വേണമെങ്കിലും എനിക്ക് സ്വീകരിക്കാം, അങ്ങയുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമെന്ന് പറയുമ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ ധർമ്മിഷ്ഠനായ അല്ലെ ധർമ്മത്തിൻ്റെ ദേവനായ യമരാജാവിൽ നിന്നും ഒരു പുത്രനെ സ്വീകരിച്ചോളാൻ പറയും. അങ്ങനെ കുന്തിക്ക് ആരെ കിട്ടും? ധർമ്മപുത്രരെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും ഏറ്റവും ശക്തിമാനായ വായുദേവനിൽ നിന്നും ഒരു പുത്രനെ കൂടി നീ നേടണം എന്ന് പറയുമ്പോൾ വായുവിൽ നിന്നും ആരെ കിട്ടും? ജീവനെ കിട്ടും. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ വില്ലാളി വീരനായ ദേവേന്ദ്രനിൽ നിന്നും അർജുനനെ കിട്ടും. ഇത് മൂന്നെണ്ണം ആകുമ്പോൾ മാന്ത്രിക്കൊരു വിഷമം. മാന്ത്രി പറയും മാന്ത്രി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പാണ്ഡുവിൻ്റെ അടുത്ത് പറയും, കുന്തിക്ക് 3 മക്കളായില്ലേ, എനിക്കും മക്കളില്ലല്ലോ, നമ്മൾ രണ്ടുപേരും മക്കളില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ അവൾക്ക് മക്കളായി എനിക്ക് മക്കളില്ല, അപ്പോൾ എനിക്കൊരു വിഷമം. സ്വാഭാവികം നമുക്കറിയാം, കറണ്ട് പോകുമ്പോൾ അപ്പോഴത്തെ അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് ആ വിഷമം. അപ്പം ഇദ്ദേഹം പാണ്ഡു കുന്തിയെ വിളിച്ചിട്ട് പറയും, നീ ആ മന്ത്രം അവൾക്ക് വേണ്ടി ഒന്ന് ജപിക്കണം, എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറയും. ഞാൻ മന്ത്രമൊക്കെ ജപിച്ചോളാം, നീ തയ്യാറായി നിന്നോളാൻ പറയും. അങ്ങനെ ഇവരെന്ത് ചെയ്യും? ഇവരപ്പോഴേക്ക് ചിന്തിച്ചത് ആരെയാണ്? അശ്വിനി ദേവന്മാർ, 2 ദേവന്മാർ ഒരുമിച്ച്